2026 ഫിഫ ലോകകപ്പിൽ പോർച്ചുഗലിന്റെ സ്വപ്നയാത്ര അവസാനിച്ചതിന് പിന്നാലെ ടീമിന്റെ നായകരിൽ ഒരാളായ ബ്രൂണോ ഫെർണാണ്ടസ് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ്. ആരാധകരുടെ നിരാശയ്ക്കിടയിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ലോക ഫുട്ബോളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയയിലും ഫുട്ബോൾ ലോകത്തും ശ്രദ്ധ നേടുകയാണ്. സ്പെയിനിനെതിരെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ അവസാന നിമിഷം ഗോൾ വഴങ്ങിയാണ് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായത്. മത്സരം മുഴുവൻ പ്രതിരോധത്തിലേക്ക് ചുരുങ്ങിപ്പോയ പോർച്ചുഗലിന് ആക്രമണ ഫുട്ബോൾ പുറത്തെടുക്കാൻ സാധിച്ചില്ല. രണ്ടാം പകുതിയിൽ ടീം അനാവശ്യമായി പിന്നിലേക്ക് വലിഞ്ഞാണ് വലിയ പിഴവെന്ന് ബ്രൂണോ തുറന്ന് സമ്മതിച്ചു. മത്സരശേഷം സംസാരിച്ച ബ്രൂണോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ കൂടുതൽ ധൈര്യത്തോടെ കളിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാം പകുതിയിൽ ഞങ്ങൾ വളരെ പിന്നിലേക്ക് പോയി. അത്തരമൊരു ടീമിനെതിരെ അത് വലിയ തെറ്റായി. ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തത്തോടെയുള്ള ആത്മവിമർശനമാണ് ഈ വാക്കുകളെ ഫുട്ബോൾ വിദഗ്ധർ വിലയിരുത്തുന്നത്. തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഒരു താരത്തിന്മേൽ ചുമത്താൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ ബ്രൂണോയുടെ ഏറ്റവും ശ്രദ്ധേയമായ സന്ദേശം ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചായിരുന്നു. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ പലരും റൊണാൾഡോയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബ്രൂണോ പറഞ്ഞത് ടീമിലെ ഓരോ താരവും റൊണാൾഡോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണെന്നും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുമായിരുന്നു. റൊണാൾഡോ ടീമിന് വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. 41 വയസ്സിൽ തന്റെ അവസാന ലോകകപ്പ് കളിച്ച റൊണാൾഡോ മത്സരശേഷം വികാരഭരിതനായിരുന്നു. ലോകകപ്പ് യാത്ര ഇതോടെ അവസാനിച്ചത് അദ്ദേഹം സ്ഥിരീകരിച്ചു. എന്നാൽ ദേശീയ ടീമിൽ നിന്ന് ഉടൻ വിരമിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതിന് സമയം വേണമെന്നാണ് റൊണാൾഡോ പറഞ്ഞത്. ലോകകപ്പ് നേടുക എന്നത് റൊണാൾഡോയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. യൂറോ കപ്പിന് 2 നേഷൻസ് ലീഗ് കിരീടങ്ങൾ നേടിയിട്ടും ലോകകപ്പ് മാത്രം അദ്ദേഹത്തിനോട് കൈവിട്ടു. അതുകൊണ്ട് തന്നെ ഈ തോൽവി ആരാധകരെയും ഏറെ നിരാശരാക്കി. മത്സരത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉയർന്നത്. ഒരു വിഭാഗം ആരാധകർ റൊണാൾഡോയുടെ പ്രായം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ വിമർശിച്ചു. എന്നാൽ മറ്റൊരു വിഭാഗം ചോദിച്ചത് മറ്റൊന്നായിരുന്നു: ലോകത്തിലെ ഏറ്റവും മികച്ച മധ്യനിരയും ആക്രമണ നിരയും ഉണ്ടായിരുന്നിട്ടും പോർച്ചുഗൽ എന്തുകൊണ്ട് ആക്രമണ ഫുട്ബോൾ കളിച്ചില്ല? എന്തുകൊണ്ടാണ് രണ്ടാം പകുതിയിൽ ടീം മുഴുവൻ പ്രതിരോധത്തിലേക്ക് ഒതുങ്ങിയത്? ഈ ചോദ്യങ്ങൾക്ക് ബ്രൂണോയുടെ പ്രതികരണം മറുപടി പോലെയായിരുന്നു: ആക്രമിക്കുന്നതിന് പകരം ഞങ്ങൾ പിന്നോട്ട് പോയി എന്ന അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ പരിശീലന തന്ത്രങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതായാണ് പലരും കാണുന്നത്. ഇതിനിടെ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന്റെ ഭാവിയും വലിയ ചർച്ചയായി കഴിഞ്ഞു. ലോകകപ്പിൽ ഇത്രയും കരുത്തുറ്റ താരനിരയുണ്ടായിട്ടും പ്രീ ക്വാർട്ടറിൽ പുറത്തായത് അദ്ദേഹത്തിനെതിരായ വിമർശനം ശക്തമാക്കിയിരിക്കുകയാണ്. വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ പോർച്ചുഗൽ ഫുട്ബോൾ ഫെഡറേഷനിൽ സജീവമാണ്. ബ്രൂണോ ഫെർണാണ്ടസ് പക്ഷേ നിരാശയിൽ മാത്രം അവസാനിച്ചില്ല. ഈ ടീം വീണ്ടും ശക്തമായി തിരിച്ചുവരും. ഈ തോൽവി ഞങ്ങളെ കൂടുതൽ മികച്ചവരാക്കും എന്ന ആത്മവിശ്വാസവും അദ്ദേഹം പങ്കുവച്ചു. ടീമിലെ യുവതാരങ്ങൾക്ക് വലിയ ഭാവിയുണ്ടെന്നും അടുത്ത ടൂർണമെന്റിൽ പോർച്ചുഗൽ വീണ്ടും ശക്തമായ വെല്ലുവിളിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റൊണാൾഡോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബ്രൂണോയുടെ വാക്കുകൾ ഒരു പ്രത്യേക ബഹുമാനമുണ്ടായിരുന്നു. റൊണാൾഡോ ഒരു വെറും സഹതാരം മാത്രമല്ല, ഒരു തലമുറയെ പ്രചോദിപ്പിച്ച നായകനാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഇന്ന് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കാം, പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ പാരമ്പര്യം അവസാനിക്കുന്നില്ല. അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിനും പോർച്ചുഗലിന്റെ പുതിയ തലമുറയ്ക്കുമാണ്. അടുത്ത ലോകകപ്പിൽ റൊണാൾഡോ കളിക്കില്ല, പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച പ്രതീക്ഷയും വിജയത്തിന്റെ സംസ്കാരവും പോർച്ചുഗൽ ടീമിനൊപ്പം തുടരുമോ? ബ്രൂണോ ഫെർണാണ്ടസിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഈ തോൽവി ഒരു അവസാനമല്ല, പുതിയൊരു തുടക്കമാണെന്നാണ് പോർച്ചുഗലിന്റെ ക്യാമ്പിന്റെ വിശ്വാസം. എന്നാൽ ആരാധകരുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയാകും: റൊണാൾഡോ എന്ന ഇതിഹാസത്തിന് ലോകകപ്പ് എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ ഫുട്ബോൾ ഒരിക്കലും അവസരം നൽകില്ലേ?